നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചില ആളുകൾ പറയാറുണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ, നിന്നേക്കാൾ കുറച്ചധികം ഓണമുണ്ടവനാ ഞാൻ. അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഓണം കൂടുതൽ ഉണ്ടവരും ഓണം കുറച്ചുണ്ടവരും പല പല തലമുറകളിൽപ്പെട്ടവരും ഇന്ന് ഒരുമിച്ച് ചേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടറിൻ്റെ ഓണക്കാലത്തെ തലമുറകളുടെ സംഗമം തുടരുന്നു. തലമുറകൾ തകർത്തോണം സീസൺ 3. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ സംഗമം സംഗീത സാന്ദ്രമാക്കാൻ നമുക്കൊപ്പം ചേരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി. വെൽക്കം വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മി മാം, എന്തുകൊണ്ട് സുഖല്ലേ? സുഖമാണേ. നേരെ ദേശീയ പുരസ്കാരം കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ സംഗമ വേദിയിലേക്കാണ് വൈക്കം വിജയലക്ഷ്മി എത്തുന്നത്. റിപ്പോർട്ടറിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സ്നേഹാദരം വൈക്കം വിജയലക്ഷ്മിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മിക്ക് സമ്മാനിക്കാൻ റിപ്പോർട്ടറിൻ്റെ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ആൻറ്റോ അഗാസ്റ്റിനെ ക്ഷണിക്കുന്നു. വെൽക്കം ശ്രീ ആൻറ്റോ അഗാസ്റ്റ്. പ്രിയപ്പെട്ടവരെ, വൈക്കം വിജയലക്ഷ്മിക്ക് റിപ്പോർട്ടറിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സ്നേഹാദരം. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം, വിജയലക്ഷ്മി മാഡത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം ഇരട്ടി മധുരമാണ്. ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം റിപ്പോർട്ടർ ടി വിയുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്ത് നിന്നും. താങ്ക് യു സർ. ഓക്കെ, ഈ അവാർഡ് ആർക്കാണ് ആദ്യം സമ്മാനിച്ചു എന്ന് പറഞ്ഞത്? എന്തെങ്കിലും തന്നെ ആദ്യമായി ഈശ്വരന്, ജഗദീശ്വരന്, ദാസയുടെ കാരുണ്യവാനായ ജഗദീശ്വരന് സമർപ്പിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും സമർപ്പിക്കുന്നു. ഇപ്പൊ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ശരിക്കും ആരെയാണ് ഓർമ്മ വരുന്നത് വൈക്കം വിജയലക്ഷ്മിക്ക്? ജാനകി അമ്മയ്ക്ക് നമ്മെ വിട്ടുപോയി, നമ്മുടെ സംഗീത മുത്തശ്ശി ജാനകി അമ്മ. അപ്പൊ നമുക്കൊന്ന് ജാനകി അമ്മയെ ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങോ നീ എൻ മടിമേലേ, മയങ്ങോ നീ എൻ മടിമേലേ. ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച അല്ലേ, കണ്ണടച്ച ജാനകിയമ്മ വന്ന് പാടിയതുപോലെ അല്ലേ? താങ്ക് യു താങ്ക് യു താങ്ക് യു. വിജയലക്ഷ്മി വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ആണോ ബാലേട്ടാ? താങ്ക് യു താങ്ക് യു. അപ്പൊ താങ്ക് യു മാം, നമുക്ക് ഒന്ന് അവിടെ പോയിരിക്കാം. താങ്ക് യു സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ ഇടതുഭാഗത്ത് ഓണം കുറച്ചധികം ഉണ്ടവരും എൻ്റെ വലതുഭാഗത്ത് ഓണം കുറച്ചുണ്ടവരും ഇരിപ്പുണ്ട്. അതിലൊരു കക്ഷി കുറച്ച് കൂടുതൽ അധികം ഉണ്ടെങ്കിലും കുറച്ച് ഉണ്ടവരുടെ ഒപ്പമാണ് ഇരിക്കുന്നത്. 84 വയസ്സുള്ള തമ്പായി അമ്മ മുതൽ 7 വയസ്സുള്ള ആദിശേഷൻ എന്ന സൂപ്പർ താരം വരെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇന്ന് ഈ ഓണക്കാലത്ത് തലമുറകളുടെ സംഗമത്തിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ ഈ തലമുറകളുടെ സംഗമത്തിൽ ഏറ്റവും പ്രായം കൂടി നമ്മുടെ മുത്തശ്ശി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചലച്ചിത്രങ്ങളിലൂടെയൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ തമ്പായി അമ്മയാണ്. മുഴുവൻ പേരെങ്ങനെയാ? തമ്പായി എം മോനാച്ച. തമ്പായി എം ഉണ്ണിയാർച്ചയോ? മോനാച്ച. ആ അത് ശരി, ഉണ്ണിയാർച്ച ആയിരുന്നു, ഇപ്പൊ മോനാച്ച ആയെന്നേ ഉള്ളൂ. കണ്ടോ ഒരു ചിരി. ഉണ്ണിയാർച്ച തന്നെ. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? 20 സിനിമകളായി. ഞെട്ടിയില്ലേ? ചെറിയ കക്ഷിയല്ല ഇരിക്കുന്നത്. 20 സിനിമകൾ അഭിനയിച്ചു. ആദിയുടെ കണ്ണൊക്കെ കണ്ടിങ്ങനെ കണ്ണിങ്ങനെ കണ്ടോ, തെളിഞ്ഞു വന്ന കണ്ടോ? അപ്പുറത്തിരിക്കുന്നതേ 7 വയസ്സുള്ള ബാലൻ എന്ന സിനിമയിൽ അഭിനയിച്ച സൂപ്പർ താരമാ. കണ്ടിരുന്നോ ആ സിനിമ? ബാലൻ. കാണണം. അപ്പോ ആദ്യത്തെ സിനിമ ഏതാ? ആദ്യത്തെ വിലാത്തിക്കുഴൽ. ഏറ്റവും കൂടുതൽ ആളുകൾ അറിഞ്ഞത് ഏത് സിനിമയിലാ? ഒരു ജാതി ജാതകം. പിന്നെ ഇന്നാത്താൻ കേസുകൂടി, ആൻഡ്രോട് കുഞ്ഞപ്പൻ, പിന്നെ ജിന്ന്, പിന്നെ കുറെ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. പിന്നെ ഇത് വർഷങ്ങൾക്ക് എത്ര വയസ്സായി? 84 വയസ്സായി അല്ലേ? 1000 പൂർണ്ണചന്ദ്രന്മാരെയൊക്കെ കണ്ടിങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓണക്കാലത്തെ പഴയ കാസർഗോഡല്ലേ വീട്? അതെ. സ്ഥലം എവിടെയാ കൃത്യം? മോനാച്ച കാഞ്ഞങ്ങാട്. മോനാച്ച കാഞ്ഞങ്ങാട് അല്ലേ? അപ്പൊ അവിടെ ഈ നടന്നൊക്കെ പോകുന്ന വഴിക്ക് പറയൂ, ദാ സിനിമാ താരം പോകുന്നു എന്ന് പറയുവോ ഇപ്പൊ ആൾക്കാര്? ആളെല്ലാം പറയും ഇങ്ങനെ. ആണോ?
ഈ തമ്പായി അമ്മ എന്ന് പേര് വരാൻ എന്താ കാരണം? അനിയത്തികളും ചേട്ടത്തിലൊക്കെ പേരെന്താ? പേര് തമ്പായി. ആ. അപ്പൊ എല്ലാരും പ്രായം കണ്ടതുകൊണ്ട് തമ്പായി അമ്മാന്ന് വിളിക്കല്. അത്രേ ഉള്ളൂ. തമ്പായി എന്നാണ് പേര്. ചേച്ചിയുടെ പേരെന്താ? അനിയത്തി ഉണ്ടോ? അനിയത്തി ഉണ്ട്. അനിയത്തിയുടെ പേരെന്താ? അനിയത്തിന്റെ പേര് മാധവിന്ന്. മാധവി. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം തമ്പായി എന്നിട്ടെന്ന് എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? അത് തമ്പായി എന്നല്ല, ശരിക്കും വീട്ടിൽ നിന്ന് വിളിക്കല് ഉമ്പിച്ചിന്ന്. ഉമ്പിച്ച. അടിപൊളി. അടിപൊളി. മോളുടെ പേരെന്താ? നിവേദിത. ഈ പേരൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ വീട്ടിലെ ഈ കൺട്രി അച്ഛനും അമ്മ എടുത്തു എന്ത് പറഞ്ഞേനെ? അടിപൊളിയായിരുന്നു. ഇപ്പൊ ഈ തമ്പായി എന്ന പേര് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. ആണോ? മോളിലിരിക്കുന്ന വേറൊരു കക്ഷിയുടെ പേര് പറയാം. ഇദ്ദേഹത്തിന്റെ ID എന്താണ്? മോന്റെ ഐഡിയുടെ പേര് പറ. നൂലാമാല. എന്റെ ആർട്ടിസ്റ്റ് നെയിം നൂലാമാലാണ്. നൂലാമാല. നൂലാമാല. മോന്റെ ഒറിജിനൽ പേരെന്താ? ആരോമൽ കെ വേണു. ആരോമൽ കെ വേണു. ആ നൂലാമാല എന്നിടാനുള്ള കാര്യം എന്താ? അത് ലൈക്ക് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് റാപ്പാണ്. അപ്പം അതിലെ ആർട്ടിസ്റ്റ് നെയിം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം അന്ന് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും എന്നും ബോധേഡാവുന്നത് ലിറിക്സ് ആണ്. ഓക്കെ. അപ്പൊ ഉമ്പിച്ചി എന്നുള്ള പേര് വേണമെങ്കിൽ സ്കൂളിൽ പോകുമായിരുന്നോ? ഞാനോ പേര് മാറ്റിയിട്ടേ പോവായിരുന്നുള്ളൂ. ഇപ്പൊ മോളുടെ പേരെന്താ? തന്മയ. നാരായണി എന്ന പേരാണെങ്കിലോ? ഇതുപോലെ തന്നെ പോവൂല. പോവൂല. സുകുമാരി എന്ന പേരാണെങ്കിലോ? വിദ്യാഭ്യാസം വേണ്ട നിൽക്കും. ലാലി എന്ന പേരാണെങ്കിലോ? ലാലി. ഇങ്ങനെയുള്ള പേരും കൊണ്ട് സ്കൂളിൽ കയറാൻ പറ്റൂല. ലാലി. ലാലി എന്നുള്ള പേര് എൻ്റെ വാപ്പ എനിക്ക് വളരെ ഒത്തിരി ഒരു ആശയത്തിൻ്റെ പേരിലിട്ട പേര്. ലാൽസലാം എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാ ലാലി. ആ പേര് ഞാൻ പ്രൗഡാണ് ഭയങ്കര. നമ്മൾ മഹാരാജാസിലെ പിള്ളേരായിരിക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? ഒന്ന് പേര് പറയാമോ പെട്ടെന്ന് ക്വിക്കായിട്ട് മൈക്കില്? ദേവപ്രിയ. ദേവപ്രിയ. റിഗ. റീഗ. ശ്രിയ. അപ്പൊ ഈ റിഗയുടെ പേര് ദാക്ഷായണി എന്നാണെന്ന് കരുതുക. അപ്പൊ എന്ത് ചെയ്യുമായിരുന്നു? ട്രോൾ സഹിക്കാൻ പറ്റില്ല. ബാലേട്ടാ, ഈ കാലം കഴിയുമ്പോൾ ഈ പേരിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടല്ലോ. പക്ഷെ അന്നും ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്നത് ബാലേട്ടന് മാത്രമേ ഉള്ളൂ. പന്തളം ബാലൻ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ പേരാ. പന്തളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് അയ്യപ്പനെ ഓർമ്മ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ ബാലേട്ടനെയാണ്. സത്യമല്ലേ? ഏകദേശം 8,000-ലധികം അല്ലേ? 10,000. ശരിക്കും പറഞ്ഞാൽ ശ്രീകുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 15,000 വേദികളിൽ ഗാനമേള അവതരിപ്പിച്ചിട്ടുണ്ട്. അത് റെക്കോർഡാണെന്ന് തോന്നുന്നു. 15,000. ഇപ്പോഴും ഈ 10,000 വേദികളിൽ എത്തുമ്പോഴും ബാലേട്ടനെ അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ. അത് ഏത് പാട്ടാണ്? അത് ശരിക്കും ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഫസ്റ്റ് സോങ്ങാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സോങ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. ഇപ്പോൾ എനിക്ക് 58 വയസ്സായി. ഞാൻ ഇപ്പോഴും അത് പാടാൻ പിച്ചിലൊക്കെ ഏറിപ്പോയി. അത് തീർച്ചയായിട്ടും. ബാലേട്ടന്റെ പേര് പന്തളം ബാലൻ എന്നാണെങ്കിൽ ബാലൻ എന്ന സിനിമയിൽ അഭിനയിച്ച കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് നമുക്ക് കേൾക്കാം. ആ ഒറിജിനൽ പേരൊന്ന് പറഞ്ഞാട്ടെ. ആദിശേഷൻ. ആദിശേഷൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുറുമ്പൊക്കെ ഉണ്ടോ? കൊച്ചു കുറുമ്പൊക്കെ ഉണ്ട്. എന്തിനാ കൂടുതലും ടീച്ചറിന്റെ അടി കിട്ടാറുണ്ടോ? അടി കിട്ടിയിട്ടുണ്ട്. എന്തിനാ അടി കിട്ടുന്നേ? അടി കിട്ടുന്നതോ? ഒരു ദിവസം ഞാൻ 1-ലായിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ടീച്ചർ സ്പോർട്സ് ജയിച്ച ആൾക്കാരെയും കൊണ്ട് വലിയ സ്പോർട്സിന് പോയി. ആ ടൈമിൽ ഞങ്ങള് 2ാം ക്ലാസ്സിലെ ടീച്ചറാ പഠിപ്പിച്ചത്. അതെ. ആ ടൈമിൽ ഞാനും എന്റെ ഫ്രണ്ടും കൂടി സംസാരിച്ച്. എന്താ ഫ്രണ്ടിന്റെ പേര്? ദേവദത്തൻ. എന്നിട്ട് ലാസ്റ്റ് സംസാരിച്ച് ടീച്ചറിനെ ഇവിടെ അടിയിട്ട് മോഹം കഴുകാൻ പോയപ്പോഴേക്കും ദാണ്ട കൈ ചുവന്ന് കിടക്കുന്നു. വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ നമുക്ക് ആ ടീച്ചറിനെ പോലീസിൽ പിടിപ്പിച്ചാലോ? അയ്യോ, നല്ല ടീച്ചറാണോ? കയ്യിലടിച്ച ടീച്ചർ നല്ല ടീച്ചറാണ്. അതാ നോക്കിയേ, നല്ല ടീച്ചറാണ്. കയ്യിലടിച്ച് പൊട്ടിച്ച ടീച്ചറാണ്. സൂപ്പർ ടീച്ചറാത്രേ. ഈ വീട്ടിൽ പറഞ്ഞാലും കാര്യമൊന്നുമില്ല. അമ്മ പറയുന്ന തല്ലിക്കും. എത്ര അമ്മ പറയുന്ന തല്ലിക്കോളാണത്രേ. അത് ശരി. ഇങ്ങനെയാണോ അമ്മ കുറുമ്പൊക്കെ കാണിക്കും? അപ്പം ദേവദാസിനോട് എന്തോ അന്ന് ഈ വർത്താനം പറഞ്ഞേ? എന്തോ ഈ വർത്താനം പറഞ്ഞേ? എന്താന്ന് ഇത് എന്താന്ന് ഇപ്പൊ പോലും ഓർക്കുന്നില്ല. പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പോ തിരിച്ചറിയുന്നുണ്ടോ? ദാ ബാലനിലെ കുട്ടി പോന്നു. ആണോ? കുറച്ചു പേരൊക്കെ ആരാധകരൊക്കെ ആയോ? കുറച്ചു പേരൊക്കെ ഓട്ടോഗ്രാഫ് പ്ലീസ്, സെൽഫി ഒക്കെ എടുക്കാൻ വരുന്നുണ്ടോ? ഇപ്പൊ ഓട്ടോഗ്രാഫ് ഇല്ല, സെൽഫി അല്ലേ? സെൽഫി എടുക്കാൻ വരുന്നുണ്ടോ? ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ? പണ്ടടിച്ച ടീച്ചറിന് ഇപ്പൊ കാണുമ്പോ ഭയങ്കര സ്നേഹമാണോ? അപ്പൊ ടീച്ചർ നമുക്കൊരു ഓണാശംസ അങ്ങ് പറഞ്ഞാലോ? അപ്പൊ ടീച്ചറിന്റെ പേരെന്താ?
പ്രീതി. ആഹാ, ടീച്ചറിന്റെ പേരൊക്കെ കൂടി പഠിച്ചു വെച്ചേക്കുവാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മഹേഷ് അടുത്ത് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ എങ്ങനെയുണ്ട് സിനിമാഭിനയം? സിനിമാഭിനയം ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ആണല്ലേ? ഇപ്പൊ ചലച്ചിത്ര താരം കൂടിയായി, മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്തതിനും അപ്പുറത്തേക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ ശബ്ദം ആരുടേതായിരുന്നു? ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് എപ്പോഴും പിണറായി വിജയൻ സാർ തന്നെയായിരിക്കും. എപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും? അതെ. ആണോ? അദ്ദേഹത്തിന്റെ ഞാൻ അനുകരിക്കുന്ന എത്ര ഇപ്പോ കോട്ടയം നസീർക്ക എത്ര കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടി സാറ് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പോലെ എന്നെ സംബന്ധിച്ച് ഞാനെന്നൊരു ആർട്ടിസ്റ്റിനെ എപ്പോഴും ഓർത്തിരിക്കുന്നത് പിണറായി സാറിന്റെ. നേരിട്ട് കണ്ടിട്ടുണ്ടോ പിണറായി എപ്പോഴെങ്കിലും? പിണറായി സാറിനായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കാണാൻ വേണ്ടി പോയി. പിണറായി സാറിനോട് അരുൺ സാർ എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ. അപ്പം തെരഞ്ഞെടുപ്പൊക്കെ പരാജയപ്പെട്ടു. എന്താണ് പരാജയത്തിന്റെ കാരണം? ആ കാരണത്തിനെ കുറിച്ച് ഇപ്പോഴാണോ സംസാരിക്കേണ്ടത്? അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര ഓണമായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എനിക്കൊന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഡയലോഗാണ് അല്ലേ ഇത്. ഇപ്പൊ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അത് പറയണ്ടായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശബ്ദം പല വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് പല കമന്റ്സും, അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോ ഞാൻ പിണറായി സാറെന്നുള്ള അവർക്ക് നേരിട്ട് പിണറായി സാറിനോട് പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ അനുകരിക്കുമ്പോ എന്റെ അടുത്തായിരിക്കും മൊത്തം കാര്യം ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഡയലോഗുകളിലൂടെയാണ് പിടിച്ചു നിൽക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി നിങ്ങൾക്ക് അറിയാവുന്നത് പാട്ടുകാരി എന്ന നിലയിൽ മാത്രമാണല്ലോ, ഒരു കിടിലൻ മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാ. സൂപ്പർ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് വൈക്കം വിജയലക്ഷ്മി അടയാളപ്പെടുത്തേണ്ടതെന്ന് തോന്നും. അപ്പോഴാണ് പാട്ട് വരുന്നത്. എന്നാൽ പിന്നെ പാട്ട് വേണോ എന്ന് തോന്നും. അപ്പോൾ ഒരു അപൂർവ കലാകാരിയാണ് ആ അർത്ഥത്തിൽ വിജയലക്ഷ്മി ചേച്ചി. വിജയലക്ഷ്മി ചേച്ചി, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ആരുടെ ശബ്ദം അനുകരിച്ചപ്പോഴാണ്? 10,000 ആയിരുന്നു എന്നൊരു സംശയം. അപ്പൊ ഒന്ന് ചലോ, ഇവിടെ മോഹൻലാൽ ഉണ്ട്, അവിടെ നമ്മുടെ 10,000 രൂപയുണ്ട്. അപ്പോൾ അരുൺ സാറിന് പകരമായിട്ട് നമ്മുടെ തലമുറകൾ തകർത്തോണ എന്ന സീസൺ 3 എന്ന പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം അഭിമാനമായ ലാലേട്ടന് സർപ്രൈസ് ആയിട്ട് എത്തുന്നു നമ്മുടെ NG ശ്രീമാസ്. ഓക്കെ, കണ്ടുമുട്ടുന്നു. അതെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും തലമുറകൾ തകർത്തോണം സീസൺ 3 എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും അരുണിന് പകരം ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും വാർത്തകളൊക്കെ ഞാൻ കാണാറുണ്ട്. എന്തായാലും നമ്മൾ ഞാൻ കഴിഞ്ഞ തവണ അമേരിക്കയിൽ ട്രിപ്പായിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചോ? ഇല്ലല്ലോ. എനിക്കൊരു പ്രതീക്ഷയില്ല നിങ്ങളെ. ഓക്കെ, ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ശ്രീകുട്ടൻ, എന്തൊക്കെയുണ്ട്? സുഖാണോ? മോഹൻലാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വളരെ സന്തോഷം. ഞാനിപ്പോൾ ഒരുപാട് ട്രിപ്പുകൾ, ഇപ്പൊ സിനിമേനേക്കാൾ കൂടുതൽ ഞാൻ ഓരോ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. പുതിയ സിനിമ ഏതാണ്? അല്ല, പുതിയ സിനിമകളൊക്കെ ഉണ്ടാണല്ലോ, അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. പുതിയ നല്ല സിനിമ. എന്തായാലും ശ്രീകുട്ടൻ്റെ കൂടെ ശ്രീകുട്ടൻ്റെ ഒരു പാട്ടൊക്കെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, ഒരു പാട്ടും കൂടി പാടാ. കൊള്ളാലോ. എന്തായാലും നമ്മുടെ പ്രണവം ശശി ഇവിടെയുണ്ട്. അപ്പൊ പ്രണവത്തിനൊരു പാട്ടാവാം. തീർച്ചയായിട്ടും ഓണല്ലേ, ഓണപ്പാട്ടിന്. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവിളി പൊൻവിളി നീ അത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ. പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവിളി പൊൻവിളി നീ അത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പൊന്നോണപ്പൂവേ. പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. സൂപ്പർ.
തമ്പായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അന്നത്തെ പഴയ പ്രണയഗാനം ഏതാ? സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാ? അന്ന് അറിയേജില്ല. ഞാൻ പണ്ട് ഈ നീലക്കുയിലത്തെ പാട്ട് കാലരികത്ത് വലയെറിഞ്ഞ ആ പാട്ടേ അറിയൂ. കായലരികത്ത് വലയെറിഞ്ഞപ്പം അല്ലേ? ആ പാട്ടാണ് അന്ന് ഇഷ്ടപ്പെട്ട പാട്ട്. ഇവിടെ കമലാക്ഷി അമ്മയ്ക്കോ? അങ്ങനെ ഇഷ്ടമില്ല. ഒരു പാട്ടും ഇഷ്ടമില്ലേ? പാട്ടിനോടേ ഇഷ്ടമില്ലേ? പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടണ്ട. ഏത് കേൾക്കാൻ പാട്ടായിരുന്നു പറഞ്ഞത്? ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഗായകന്മാരും ഒക്കെ ഉണ്ട്. ഏത് പാട്ടായിരുന്നു പണ്ട് കാലത്ത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ? പ്രണയമേൻ. പണ്ടത്തെ ഇഷ്ടപ്പെട്ട നായകനാരായിരുന്നു? നായകനാ മമ്മൂട്ടി തന്നെ. മമ്മൂട്ടി തന്നെ. അന്ന് എന്ത് മമ്മൂട്ടി വിട്ടൊരു കളിയില്ല അല്ലേ? അപ്പൊ മമ്മൂട്ടിയെ എന്തായാലും നമ്മുടെ കമലാക്ഷമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് മമ്മൂട്ടി ഇവിടെ കൊണ്ടുവരട്ടാ. ഒന്ന് കണ്ണടച്ചേ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുമ്പോ പകിടകളി തന്നെ നല്ലത്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എവിടെ മമ്മൂട്ടി? ആയിരിക്കുന്നു മമ്മൂട്ടി. വിപിൻ ബാലൻ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് മമ്മൂട്ടിയുടെ വേറൊരു പ്രശ്നം കൂടി എടുക്കാമോ? வாழ்க்கையில சில கேள்விகளுக்கு சீக்கிரமா பதில் கேட்கதில்லை. நான் எதுக்கு ராணுவம் வந்தால செந்தேன், காலை எழுந்தேன், குடிச்சேன், உன் மனசு புடிச்சிருக்காம இன்னொருத்தனை கூட்டிட்டு வந்து பிடிச்சிருக்காமன்னு கேட்டேன். இதெல்லாமே இந்த பச்சைக்கண் தேவதையை கொடுக்குறேன், பத்திரமா பார்த்துருக்கேன்னு கடவுளை என்கிட்ட ஒப்படைச்சிருக்காரு. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മഹേഷ് ഇവിടെ മോഹൻലാൽ ഉണ്ട്, അവിടെ മമ്മൂട്ടിയുണ്ട്, വിപിനുണ്ട്. സൂപ്പർ. അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും. ഓക്കെ, അല്ല ലൈവ് തന്നെ നമുക്ക് ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് മമ്മൂക്കൻ്റെ വോയിസിൽ ഒരു സ്ക്രാച്ച് ഒക്കെ ഉള്ള വോയിസിൽ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ ഒരു കൂടിച്ചേരലിൻ്റെ, നമ്മളെല്ലാവരുടെയും കുടുംബ സംഗമത്തിൻ്റെ ഒരു വലിയ ഓണമാണ്. അതിൽ എൻ്റെ പ്രിയപ്പെട്ട ലാലു എൻ്റെ കൂടെ ഈ ഒരു ഓണത്തിൽ. വളരെ സന്തോഷം മമ്മൂട്ടിക്ക്, ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഓണം എല്ലാ ഓരോ വർഷവും ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ മമ്മൂട്ടിക്കിനെ എപ്പോഴും വിളിക്കാറുണ്ട്, വീട്ടിലെല്ലാവരും അന്വേഷിക്കാറുണ്ട്. ദുൽഖർ എപ്പോഴും മമ്മൂക്കയുടെ കൈയും പിടിച്ച് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അത് നല്ല ഓർമ്മകളാണ്. ലാലു എന്ന് പറയുമ്പോൾ എന്നെ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അതെ, ഇച്ചാക്ക. ഞാൻ എപ്പോഴും ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പേരിൽ പലരും പലവട്ടം ഫാൻസ്. അല്ല മമ്മൂക്ക, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കാര്യങ്ങളല്ല അറിയേണ്ടത്. ഇപ്പൊ ജെൻസി പിള്ളേരുടെയൊക്കെ കാലമാണ്, അവരുടെ ഓണമാണ് നമ്മൾ ഇപ്പൊ കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതെ, ജെൻസി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ, കാരണം ജെൻസിയുടെ ഏറ്റവും വലിയ ഒരാൾ ഞാൻ തന്നെയായിരിക്കും. കാരണം ഞാനാണ് ശരിക്കുള്ള ജെൻസി. അല്ല ഈ ജെൻസി എല്ലാ തലമുറയും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മമ്മൂക്കയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നാണ്. അത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക, ഇതൊക്കെ തന്നെ ചെയ്താൽ തന്നെ നമ്മൾ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെയും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്റെയും ഓണാശംസ. നന്നായിരുന്നു. പഴയ തലമുറയിലെ ആളുകളിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ? വളവള പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പുറത്ത് കമലാക്ഷി അമ്മ ഇരിപ്പുണ്ട്. എൻ്റെ അച്ഛമ്മകനെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ട്, ഞാൻ പണ്ടുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ, നിനക്കറിയാണ്ടാ നീയൊക്കെ ബസ്സിലല്ലേ പോണേ, ഞാൻ അവിടെ വരെ നടന്നിട്ടാ പോവാ, അങ്ങനെ കേട്ടോണ്ട് ഒന്നും പറയാം. കമലാക്ഷി അമ്മ ഈ കൊച്ചു പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഉണ്ട്. എത്ര സിനിമയിൽ അഭിനയിച്ചു? 7ഓളം സിനിമയിൽ. ഇതും മറ്റൊരു സിനിമാ താരമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ സിനിമ ഏതാ? എന്നാത്താൻ കേസോട് അല്ലേ? കുഞ്ചാക്കോ ബോബനെയൊക്കെ അടുത്ത് കണ്ടായിരുന്നോ? ഫോട്ടോ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ആ സിനിമ കണ്ടിട്ട് തിരിച്ച് ആൾക്കാർ അറിഞ്ഞു കമലാക്ഷി അമ്മയല്ലേ? പറയലുണ്ട്, എല്ലാവരും പറയലുണ്ട്. പോകുമ്പോ ഇഷ്ടമാണോ സിനിമയിൽ അഭിനയിക്കാൻ? ഇഷ്ടമാണ്. ഈ നായകനായിട്ട് ആര് വരണമെന്ന് ആഗ്രഹം? ഭാവിയിൽ ഒരു സിനിമ വന്നാൽ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ആഗ്രഹമില്ല, മമ്മൂട്ടി. ഓക്കെ, ഫൈൻ. ഇപ്പോഴത്തെ കുട്ടികളാണോ കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റ് പഴയ തലമുറയേക്കാൾ? അത് നമ്മളുടെ അടുത്തുനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നുള്ള വസ്തുത നിങ്ങളും തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിപ്പോ നമ്മുടെ കൂട്ടരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാതിയും മതവും നോക്കി കല്യാണം കഴിക്കുന്നത് മുതൽ ഒരാളുടെ ശരീരത്തെ വെച്ചോണ്ട്, ഒരാളുടെ നിറത്തെ വെച്ചോണ്ടൊക്കെ അയാളെ കയറി
ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവം വരെ നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അത് അവസാനം ഇപ്പൊ ഈ ആരും ജഡ്ജ് ചെയ്യത്തില്ല. പുതിയ തലമുറ അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയി കാര്യങ്ങൾ പറയും, പക്ഷെ പിന്നെ നമ്മൾ നമ്മളുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പിടിച്ച മുയലിന് എപ്പോഴും 4 കൊമ്പാണ്. നിങ്ങൾക്ക് ഈ ധൈര്യമൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. എവിടുന്ന വരുന്ന ഈ ധൈര്യം? പൊതുവേ ധൈര്യശാലികളാണോ അതോ ഭീരുക്കളാണോ? ഇല്ല, ഞങ്ങൾ ധൈര്യശാലികളാണ്. മാത്രമല്ല, പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും കാര്യങ്ങൾ പറയാൻ ധൈര്യമുള്ളവർ. ലാത്തിചാർജ് വരും എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുകൊണ്ടുന്നവരല്ല നമ്മൾ. അല്ല, ഇപ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞൊരു വാചകമുണ്ട്, അമ്മമാര് ശ്രദ്ധിക്കണം, ആൺമക്കളുടെ ഭാര്യമാർക്ക് നിങ്ങൾക്കറിയാവുന്ന രുചികൾ പകർന്നു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷേ ഒരുപാട് ട്രോളുകൾ ഇപ്പം തന്നെ വീണു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെമ്മക്കള് ആൺമക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനൊരു നേതാവ് പറഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? ഇല്ല, യോജിക്കില്ല. പറ്റില്ല എന്ന് പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു പെൺകുട്ടീനെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് അവളുടെ സ്റ്റാൻഡിൽ നിർത്താൻ വേണ്ടിയിട്ട് അത്ര നേരെ അവൾ രാപ്പകൽ ഇല്ലാതെ ഒഴിഞ്ഞ് പഠിച്ച് അവിടം വരെ എത്തിയിട്ട് ഒരാളുടെ കേവലം അവളുടെ എല്ലാ സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു അടുക്കളയിലേക്ക് ഒതുങ്ങേണ്ട ജന്മമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പറയും കഴിയില്ല, പറ്റില്ല എന്ന് തന്നെ ഒരു സ്വരത്തിൽ പറയേണ്ടി വരും. വിശ്വാസമില്ല, മതത്തിൽ വിശ്വാസമില്ല. ആ രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല, നമ്മൾ മനസ്സ് നോക്കിയ പോരെ. നമ്മൾ ഒരാളുടെ എങ്ങനെയാണോ ഒരാൾ നമ്മളെ നോക്കുന്നത് അത് നോക്കിയാൽ മതിയല്ലോ. അഭിപ്രായം കേട്ടിട്ട് കുട്ടിയുടെ അഭിപ്രായത്തോടെ 100% യോജിക്കുകയാണ്. പക്ഷേ കല്യാണം വരുന്ന സമയത്ത് ചേട്ടന്റെ വീട്ടിൽ തങ്ങിയിരിക്കൂ. കല്യാണം വരുന്ന സമയത്ത് എന്റെ വീട്ടിൽ തങ്ങിയിരിക്കും. എന്റെ മോളോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആണോ? അതായത് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കാം, മോൾ ചോദിക്കാം, എന്താ പേരെന്തായിരുന്നു? ശ്രീയ. അപ്പം ശ്രീയ, നിങ്ങളുടെ മുന്നിൽ ഒരു ജാതി നേതാവ് നിൽക്കുന്നു, ഒരു മത നേതാവ് പുരോഹിതൻ നിൽക്കുന്നു, ഒരു ട്രാവലർ നിൽക്കുന്നു, ഒരു സ്പോർട്സ് കളിക്കാരൻ നിൽക്കുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം ആരോടായിരിക്കും? സ്പോർട്സ്മാൻ. അതായത് അപ്പൊ ഈ മതം ജാതി ഇതൊന്നും വലിയ കൺസേൺ അല്ല. മതം ജാതി ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ്. ആൾക്കാർ ഉണ്ടാക്കിയ ഒരു കാര്യത്തിൽ എന്തിനു വിശ്വസിക്കണം? ഇപ്പൊ നമ്മുടെ പുതിയ സിനിമകളിലൊന്നായിരുന്നു വാഴ 2, ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ സിനിമയാണ്. ആ സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് അല്ലേ? അശ്വതിയാണ്. അശ്വതിക്ക് എങ്ങനെ തോന്നുന്നത്? ആ സിനിമ തന്നെ പറയുന്നത് പുതിയൊരു തലമുറയുടെ ഒരു ഗ്രാമറാണ് പറയുന്നത് അല്ലേ? ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എന്താ അശ്വതിക്ക് തോന്നിയത്? ഡെഫിനറ്റ്ലി എനിക്ക് ഇവരെ ഇഷ്ടം നോ പറയാൻ ഇവർക്ക് അറിയാന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇവരിലെ പണ്ട് കാലത്ത് പറ്റൂലായിരുന്നു അല്ലേ? ഇല്ല, ഞങ്ങളുടെ കാലത്തില് ഞങ്ങൾക്ക് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം, ഇൻട്രസ്റ്റഡ് അല്ലാത്തൊരു കാര്യത്തിന് നോ പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് എന്ത് പറയുന്നു അത് അക്സെപ്റ്റ് ചെയ്യുക, വീട്ടിൽ എന്ത് പറയുന്നു അത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഇപ്പൊ ഇവർക്ക് അങ്ങനെ ഇല്ല. ഇവര് നോ പറയേണ്ടടുത്ത് നോ പറയും. പിന്നെ പേടിയില്ല. ഞാനൊരു 90s കിഡാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ജെൻസി കുട്ടികളെ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരെ പോലെ ആവണമെന്നും. ഈ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നി. ഈ കാലത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്തിൽ നിന്നൊക്കെ രക്ഷ നേടാമായിരുന്നു എന്നാ കരുതുന്നത്? ഒന്ന് ഈ തുറിച്ചു തോട്ടങ്ങളിൽ നിന്ന് രക്ഷ നേടാമായിരുന്നു കുറെയൊക്കെ. ഈ പിള്ളേരൊന്നും തുറിച്ച് അങ്ങനെ നോക്കത്തില്ലല്ലോ. അനീസാരഥി ഈ സ്ക്രിപ്റ്റുകളെ മാറി തുടങ്ങേണ്ട സമയമായി അല്ലേ? പഴയ കാലത്തെ സ്ക്രിപ്റ്റ് ഒന്നും നിൽക്കത്തില്ലല്ലോ ഇപ്പൊ. ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? അതായത് ഇപ്പോഴത്തെ കൾച്ചർ മൊത്തം മാറി. നിങ്ങള് സീരീസ് കാണാറുണ്ടോ? സീരിയൽ കാണാറുണ്ടോ? TV സീരിയൽ? ഏത് സീരിയലാ കാണുന്നത്? ഒരു സീരിയലിന്റെ പേര് പറയും. ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് കാണുന്നുണ്ട് അല്ലേ? മോളോ ഈ സീരിയൽ കാണുന്നുണ്ടോ? ആണോ? സീരിയൽ അഭിനയിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സീരിയൽ അഭിനയിക്കുന്നുണ്ട് അല്ലേ? ഓ, ഏത് സീരിയൽ അഭിനയിക്കുന്നത്? ഇയാള് ചട്ടമ്പിപ്പാറു. ഞാൻ കേരളത്തിലായിരുന്നു. ആ സീരിയൽ ഇപ്പൊ തീർന്ന് പുതിയ വർക്ക് വരുന്നു. ആണ് അല്ലേ? അപ്പം നിങ്ങൾ അഭിനയിക്കുന്നോണ്ട് കാണുന്നതാണോ ശരിക്കും കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കാണുന്നതാണോ? അഭിനയിക്കുന്നോണ്ടാണ് കാണുന്നത്. അപ്പൊ സീരിയലിലുള്ള പ്രിയം ഈ പിള്ളേർക്ക് പോയി. അപ്പോഴേ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ബാലൻ ആദിശേഷന് വേണ്ടിയിട്ടേ വൈക്കം വിജയലക്ഷ്മി ആ അങ്ങ് വാനക്കോണിൽ പാടുക. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കും വെറ്റിലച്ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും
വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം മാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉറങ്ങ് 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 ഉറങ്ങ്. ഓക്കേ. താങ്ക് യു താങ്ക് യു ഉറങ്ങിയോ? താങ്ക് യു താങ്ക് യു. ഇപ്പൊ പ്രണയിച്ച പെണ്ണ് കുറെ നാളിന് ശേഷം ഉപേക്ഷിച്ചു പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കാനനച്ചാലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ട് അങ്ങനെ പോയി, അങ്ങനെ വിഷാദത്തിൽ പോയി ആത്മഹത്യയൊക്കെ ചെയ്തു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ വിഷമത്തിൽ 2 റാപ്പ് എഴുതും. അരുൺ സാർ, എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞോളൂ. പ്രണയമൊക്കെ വിഷയമായി വന്ന സ്ഥിതിക്ക് അപ്പൊ ഇതിനൊക്കെ ഒരു സമാധാനം എന്ന നിലയ്ക്ക് ഒരു മരുന്ന് ഞാൻ കൊടുത്തോട്ടെ. പ്രണയത്തിന്റെ ഒരു 2 പരിപാടി തരാം. ചന്ദനപ്പൊട്ടിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ ഈ പാട്ടെഴുത്തുകാരൻ നമ്മളൊരു അവാർഡ് കൊടുക്കുകയാണ്. പല സമയത്തും പാട്ടെഴുത്തുകാരനെ കണ്ടെത്തുന്നവരെ ഒരിക്കലും നമുക്ക് ഈ പാട്ട് ആരാണെന്ന് അറിയുന്ന പോലില്ല. ഇത് കണ്ടെത്തിയത് ഞാനാണ്, പക്ഷേ എഴുതിയത് കിരൺ കൃഷ്ണ എന്നൊരു തൃശ്ശൂർകാരനാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹമാണെന്ന് അറിയുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിലൂടെ അദ്ദേഹം ലോകം മുഴുവൻ അറിയട്ടെ. അപ്പോൾ പ്രണയം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചവർക്കൊരു സമ്മാനമാവട്ടെ ഇത്, ഓണസമ്മാനം. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലോ നിന്റെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലോ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലോ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, 2 മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലോ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. നിന്നെയുറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെയുറക്കാനായി. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലോ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. കുട്ടനാടൻ പാടത്തെ പെണ്ണെ കറ്റമെതിക്കാനായി നിന്നെയും കൂട്ടി പോകാനാ പെണ്ണെ എൻ്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. അപ്പോൾ ഈ പുതിയ തലമുറയുടെ ഒരു സൂപ്പർ റാപ്പ് നമുക്ക് കാണാം. മരത്തിന് കിടുങ്ങുന്ന പാചകം മേലേക്ക് സ്വാഗതം പാചകം മേലെ കാകളം മരക്കിട്ട് മുറുക്കും പടക്കളം പറക്കിന് വിട ഒഴുകുന്നു കഴുത്തിന് വരികളും പടവുകൾ അനവധി ഇടവക പറക്കണക്കുള്ളും വെടി നാദം പലവരി തലവരി വാമൊരു നാദം ഇന്നത് ദാനം ആയി വട്ടപൂജം എഴുതി തള്ളിയ വരികൾ ചാത്തി നെറ്റി പട്ടം കത്തിപ്പടർന്ന വീട്ടിൽ എത്തിപ്പിടിക്കണ വരിക്കും പിന്നി കെട്ടിയ വാക്കിൽ പഞ്ഞി കിട്ടത് പഞ്ഞ വിക്കി തപ്പിയ വാക്കിൽ തെക്കിനി താരും എനിക്ക് അത്താഴത്തിന് പഞ്ചായത്തിലെ റേഷൻ കടയോ പഞ്ചാംഗത്തിൽ നെഞ്ചി കത്തത് തഞ്ചത്തിൽ ഒരു താളം തങ്കത്തോണിക്ക് തുഞ്ചത്തായി പങ്കായത്തിന് കാര്യം വന്നു പന്തായങ്ങൾ പണ്ടേ പൂത്തരിയാടാ മുളവടി അടിക്കത് കൊണ്ടത് കനപടി കുടനടി കൂടമ്പടി കേരുതനം ഇരിക്കുന്ന കുറ്റിപ്പടി കണക്കിൽ പെടുത്തണം പുറത്തോട്ട് പണിപ്പെട്ടി കടത്തിന് മണല് കടത്തിന് സ്വരിക്കൊടി മുടല് അടിവരി പിടിത്തന്നെ കെവിഞ്ഞത് കടല് തുടങ്ങണം അടുത്തിട്ട് കിടക്കുന്ന പാചകം മേളയ്ക്ക് സാഗത പാചകം മേള കാഹളം. ഇതിന് അതിനേക്കാൾ സ്പീഡിൽ അമ്മ പാടും. ശരി ശരി. താനത്താലത്തെങ്കിൽ 60 നെരിയുണ്ട് 60 നെരിയാൽ ഒരു നെരി പെരുന്നെരി പെരുന്നെരി 60 നരയാൽ ഒരു
പെരുമലയാ ഇല്ല, കശ്മീരി. ചത്ത കൊച്ചിൻ ഞെട്ടിങ്ങത്തിൻ തച്ചത്തിൻ 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 ചത്ത കൊച്ചിൻ അപ്പോൾ നമ്മൾ മഹേഷ് കുഞ്ഞുമോൻ്റെ പ്രകടനത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയും കൂടി ചറപറ പ്രകടനമായിരിക്കും. ഏതാ നമ്മൾ എടുക്കാൻ പോകുന്നത്? അപ്പോൾ എന്തായാലും എന്തായാലും നമുക്ക് പഴമയും പുതിയതും വേണം, പഴയതും വേണം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് TG രവി. ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് അനുകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എങ്ങനെയാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ TG രവിനെ. കാറ് വാങ്ങിക്കാനുള്ള ആൾ ഇനി ലേറ്റ് ആവത്ര. ഇങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു സമയം പറയാ, നമ്മൾ കറക്റ്റ് സമയം എത്തുമ്പോ അവര് പറയും ഓൻ്റെ എന്താണ് ആരുടെ ഇനി ഇവിടെ ഇരിക്കണത്. നിന്റെ അടുത്ത് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുതെന്ന്. പക്ഷെ നീ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുള്ളൂ. എന്തായാലും ഒരു ഓണായിട്ടൊരു പാട്ട് പാടിയാലോടാ. ഒന്ന് പാടിക്കോട്ടെ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ വാടി വിളിപ്പൂ. ഇനി പാടിയ ഞാനിവിടെ ഉണ്ടാവില്ല. എന്നാലും നീ സൂപ്പർ അല്ലേ? പറയടാ. ശബ്ദം മനസ്സിലായില്ലേ? TG രവി മനസ്സിലായി. ഇതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ തമ്പായിമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. അപ്പോൾ ഇനി പഴയത് കഴിഞ്ഞു. ഇനി ഒരു പുതിയ ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നസ്ലിൻ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരികയാണ്. നസ്ലിൻ സാധാരണ സ്റ്റൈലിൽ സംസാരിക്കുക എങ്ങനെയാ? എല്ലാവർക്കും നമസ്കാരം. ഒരു ബാലനല്ലേ? അല്ല മോനെ കാണാനായിട്ട് കുറെ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. എന്റെ സിനിമകൾ ഇഷ്ടമല്ലേ? ആണാ? കുഴപ്പമില്ല. ആ കുട്ടി എന്തൊക്കെയുണ്ട്? സുഖമാണോ? അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാല് അരുൺ സാറിനെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. സാറ് ഞാൻ സത്യം പറഞ്ഞ സാറിന്റെ എല്ലാ പരിപാടി കോഫി വിത്ത് അരുൺ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് കേൾക്കാൻ വേണ്ടി തന്നെ എന്തായാലും എനിക്ക് വേണ്ടി ആ ഡയലോഗ് ഒന്ന് പറയാമോ? ആ പ്രിയപ്പെട്ട പ്രേക്ഷകരല്ല, ഈ ഡയലോഗ് പുഷ്പ എന്നാ ശുന്നാവ, ആ ഡയലോഗ് ഒന്ന് പറയാം. അല്ല, ഞങ്ങളെ പോലുള്ള ജെൻസി കുട്ടികളെ അതൊക്കെ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒന്ന് ആ പുഷ്പയുടെ ഡയലോഗ് പ്ലീസ്. പുഷ്പ എന്നാ ശുന്നാവ. കണ്ടില്ലേ? നല്ലൊരു കൈയടി കൊടുക്ക്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അടുത്ത ഒരു മോട്ടിവേഷൻ, അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നവരാണ്. ഇപ്പോൾ അരുൺ സാർ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണെങ്കിൽ അരുൺ സാറിന് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം കാണിച്ചു കൊടുക്കുന്നത് അരുൺ സാറിൻ്റെ വിഷമം മാറ്റാനുള്ള റീലുകളായിരിക്കും. അപ്പോൾ ആ റീലുകളിൽ നമുക്ക് എപ്പോഴും സുപരിചിതമായിട്ട് കാണുന്ന ഒരു മൊട്ടത്തലയും ചേട്ടനുണ്ട്, ഷിനോദ്. നമ്മുടെ അരുൺ സാറിനെ പോലെ ഷിനോദ് സവാരി വന്ന് ഇപ്പോൾ അരുൺ സാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഷിനോദ് സവാരിയുടെ റീൽ ഇങ്ങനെ വരും. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക്, ചതിക്ക്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ള ഒരു നാടാണിത്. അതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക. നന്ദി, നമസ്കാരം. ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ തലമുറ പുതിയ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ സിനിമകളിൽ എനിക്ക് ഇപ്പോൾ അടുത്ത് വാഴയിലെ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി. അപ്പോൾ വാഴയിൽ എനിക്ക് അൽഫോൺസ് പുത്രൻ, അതിൽ കിടിലൻ ഒരു പോലീസ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ ഇങ്ങനെയാണ്. പറഞ്ഞ പോലെ മനസ്സിലാവുന്നുണ്ടോ മണ്ടന്മാരെ? അവസാനം കിളിയും പോയി പരസ്പരം ബന്ധമില്ലാണ്ട് പിച്ചും മേയും പറഞ്ഞു നടക്കും. ഏറി പോകുമ്പോൾ നിലത്തിട്ടിറങ്ങാൻ പറ്റില്ല. സ്വന്തം അനുമോട്ട് പറഞ്ഞാടാ, അല്ലാണ്ട് നിന്നെയൊക്കെ നന്നാക്കി നീന്തണ്ട. വേദന എനിക്ക് എന്ത് വേദന ഉണ്ടാവണേ? ഭയങ്കര വേദനയാണ്. മഹേഷേടാ വിനീത് ശ്രീനിവാസന്റെ ഒരു പാട്ട്. ഇത് ഏത് വേദി ചെന്നാലും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് വിനീത് ശ്രീനിവാസൻ. പെട്ടെന്ന് വിനീത് ശ്രീനിവാസൻ ഈ റെഡ് കാർപ്പറ്റിലൂടെ നടന്നു വരുമ്പോൾ അരുൺ സാറിനെ കാണുമ്പോൾ അദ്ദേഹത്തെ സാറിനോട് കണ്ട് റെസ്പെക്റ്റിൽ സംസാരിക്കുന്ന ഒരു രംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അരുൺ സാർ,
എന്തൊരു സർപ്രൈസ് ആയി പോയി. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അരുൺ സാർക്ക്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. എന്തായാലും എനിക്ക് അരുൺ സാറിനെ വെച്ച് ഒരു ഐറ്റം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാവോ? ഉറപ്പായിട്ടും. ഓക്കെ. എന്തായാലും അരുൺ സാറിൻ്റെ വൈഫിൻ്റെ പേരെന്താ? രമ്യ. രമ്യ. നിങ്ങൾ ലവ് മാരേജ് അല്ലേ? അല്ല, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ. സാറാണോ രമ്യ ചേച്ചിയാണോ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തേ? രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ചേച്ചി അപ്പൊ തന്നെ ഫ്ലാറ്റ് ആവും. ഈ ഡയലോഗ് കേട്ടോ. രമ്യ പറയൂ പ്ലീസ്. രമ്യ, നീ മുടി കെട്ടിയിടാണ്ട്. അല്ല, ഇച്ചിനോട് റൊമാൻറ്റിക് ആയിട്ട് പറയൂ സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഓക്കെ. രമ്യ, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. അല്ല, അതില് വേറെ ഒന്നുമില്ല. ഫുൾ ഡയലോഗ് കേക്കൂ. അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് നീ അടിപൊളിയാ. എന്തായാലും ചേച്ചി എന്തായാലും ഇത് കാണുന്നുണ്ടാവും. ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ ലോകത്ത് ആർക്കും കിട്ടില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരെണ്ണം കൂടെ. ഇനി എന്തായാലും കുറെ മലയാളം ചെയ്തല്ലേ, അപ്പൊ ഇനി നമുക്ക് ഒരു തമിഴ് ചെയ്യാം. വിജയ് സേതുപതി ഈ വേദിയിലേക്ക് വന്നാൽ. எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி இருக்கேன். எல்லாரும் நல்லா இருக்கீங்களா? பந்தரம் பாரத் சார், எப்படி இருக்கு சார்? உங்களை பார்க்க முடியல, ரொம்ப சந்தோஷம். மைக்கம் விஜயலட்சுமி சேச்சி, எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? ஹாப்பி கங்க்ராச்சுலேஷன். நேஷனல் அவார்டு வின் பண்ணிருக்கீங்க. ரொம்ப நல்லா இருக்கு. உங்களோட பாட்டு உங்களுக்கு ரொம்ப பெரிய ஃபேன். ஒரே ஃபேன் எனக்கு ரொம்ப. பந்தரம் சார், எப்படி இருக்கீங்க சார்? எப்போவே யங்கா இருக்க. உங்களுக்கு உங்களை பார்க்க முடியல, ரொம்ப சந்தோஷமா இருக்கு. ஓகே, எல்லாரும் நல்லா இருக்கீங்களா? சேச்சி, அனார்கலி எப்படி இருக்கீங்க? அனார்கலி கும்பலிக்கு நட்ஸ் பார்த்துருக்கேன், நல்லா இருந்தது. என்ன ஜென்சி குட்டி, எப்படி இருக்கீங்க? நல்லா இருக்கேன். என்ன சொல்றீங்க? யாரு என்ன சொல்றது? அப்ப எல்லாரும் நல்லா இருக்கீங்க. அருண் சார், ரொம்ப நல்லா போங்க. ரொம்ப நல்ல நியூஸ் ரீடர். நல்லா இருக்கீங்க. நீங்க வந்து ரொம்ப நல்லா இருக்கணும், ஹாப்பியா இருக்கணும். எப்போ எல்லாருக்கிட்ட ஹாப்பியா நீங்க பேசணும். இதுதான் என்னோட என்னதா அறியல. அப்பா எல்லாருக்கும் நன்றி, வணக்கம். தேங்க்யூ. ഓക്കെ ബേബി. അടിപൊളി. സൂപ്പർ, എക്സലന്റ്. നമുക്കൊപ്പം ഒരു കലാകാരനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജീവ് ആലുങ്കൽ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് നാടകഗാനങ്ങളായിരിക്കും. ഒരു പക്ഷേ നാടകം മാത്രമല്ല, സിനിമ, ആൽബം, ഈ 3 തലമുറകളിലും പാട്ടെഴുതിയ കക്ഷിയാണ് ഇരിക്കുന്ന രാജീവ് ആലുങ്കൽ. ഒരു കാലത്തൊരു തലമുറയുടെ സംഗീതത്തെ നിയന്ത്രിച്ചിരുന്ന കക്ഷിയാണ്. ഒരുപാട് പാട്ടുകൾ, ഗംഭീരമായ പാട്ടുകൾ. അതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴും നിങ്ങളുടെ വീടുകളിലും ആൽബങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്ന് ഞാൻ പറയൂല, പക്ഷേ ഞാൻ പാട്ട് പാടി കേൾപ്പിച്ചു തരാം. ഇവിടെ നമ്മളുടെ ഒരു ഗായകൻ ഇരിപ്പുണ്ട്. ആ കുഞ്ഞു ഗായകൻ പാടി കേൾപ്പിക്കും. മോനെ, നമുക്ക് ആ പാട്ട് പാടിയല്ലോ. ഓക്കെ, മോൻ്റെ പേരെന്ന് പറഞ്ഞേ? നിവേദ് കൃഷ്ണ പാടുന്ന പാട്ട് എഴുതിയത് ഈ ഇരിക്കുന്ന സാക്ഷാൽ രാജീവ് ആലുങ്കലാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആ പാട്ടൊന്ന് കേട്ടോളൂ. സാമവേദം നവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ. സാമവേദം നവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ. ഇഹ പരശാന്തി തൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേകിടേണമേ. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോണ്ടോ ഒരു കുളിര. ഈ പാട്ട് എഴുതിയ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒന്ന് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പാട്ട് പിറന്നിട്ട് 4 നൂറ്റാണ്ടാകാൻ പോവാണ്. പക്ഷെ അത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത് അല്ലേ? അതെ. ഇപ്പൊ ഈ ഭജൻസ് വന്നപ്പോഴേ, നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ ഭജൻസ്, അവര് പിന്നീട് ഒരുപാട് ഭജൻസ് വന്നല്ലോ. അപ്പോൾ ഈ പാട്ട് 2002 ഇറങ്ങുന്നത്. പുതിയ തലമുറയുടെ ഈ ഗാനാഭിരുചിക്കൊത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ പുതിയ തലമുറ സാഹിത്യം വേണ്ട എന്ന് ഉടനെ പറയും.
അത് തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും അല്ല. ഓണപ്പാട്ടിൽ ഉത്രാടമെന്നോ തിരുവോണമെന്നോ മാവേലിയെന്നോ വരരുത്, ഒരു ഓണം കഴിഞ്ഞും വിറ്റ് പോകണമെന്ന് പറയാൻ തുടങ്ങിയ സമയത്താണ് ഞങ്ങൾക്ക് എഴുതാൻ തുടങ്ങിയത്. ഈ പുതിയ തലമുറയിൽ അഭിരുചി ഞാൻ ചോദിച്ചത്, പാട്ടുകാരാണെങ്കിലും ശരി, അവരുടെ താല്പര്യങ്ങൾ ഈ കവിത വേണ്ട, മ്യൂസിക് മതി, മ്യൂസിക് പിന്നാലെ പോകുന്നു. അങ്ങ് എഴുതിയിട്ടുണ്ടോ നല്ല ഗംഭീരമായ ചില പാട്ടുകൾ, ഭാഷ എഴുതിയ പാട്ടുകളും ഉണ്ട് അല്ലേ? ഡബ്ബിംഗ് പാട്ടുകളില്ലേ? ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതാൻ നേരത്ത് അതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട പാട്ട് ഏതായിരുന്നു? നമുക്കറിയാത്ത ഭാഷയായിരിക്കുമല്ലോ. അത് ഐ ആം വെരി സോറി, ഒരു നാദാ ബംഗ സോറി എന്നായിരുന്നു. ഇതാണ് ഐ ആം വെരി നാദാ ബംഗ സോറി. അതിന്റെ അർത്ഥം ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. അപ്പൊ ഐ ആം വെരി സോറി, ഒരു 4000 സോറി. കാര്യം നാദാ ബംഗ നാ വച്ച് ഉച്ചവരെ ഇരുന്നിട്ട് ഇതിന്റെ അർത്ഥവും പിടികിട്ടണില്ല. അപ്പൊ അർത്ഥമില്ലാഞ്ഞത് കൊണ്ട് ഈ ഡബ്ബിംഗ് ഭാഷ, ഡബ്ബിംഗിൽ പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അപാരമായ, ഇതിൽ ഏറ്റവും ഇതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരിക്കും സംഭാഷണം അല്ലേ? അതെ. തെലുങ്കായിരുന്നു സിനിമ, ഈ തെലുങ്കായിരുന്നു തെലുങ്ക് പടമായിരുന്നു. അപ്പൊ തെലുങ്ക് തെലുങ്കിൽ മലയാളം അറിയത്തോണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് ആര്യ വരുന്നത്. ആര്യ എൻ പ്രേമത്തിന് കോപം കാണും, ഏതോ പ്രിയരാഗം മൂളി ഞാൻ. പക്ഷെ അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു, പ്രിയരാഗം മൂളി ഞാൻ. ഇതൊക്കെ ഈ പുതിയ തലമുറ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയതാണ്. ഇപ്പൊ അവര് പാടുന്നുണ്ടല്ലോ, അതാണ് സന്തോഷം. അത് അടിപൊളി സംഭവം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടതൊന്നുമല്ല, ഇനി കാണാനിരിക്കുന്നതാണ് ഓണം, ഗംഭീര ഓണം വരാൻ പോകുന്നു. അടുത്ത അധ്യായത്തിൽ ബാക്കി കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. തലമുറകൾ തകർത്തോളം തുടരും അടുത്ത അധ്യായത്തിലും.